महिमूलाधारे कमपि मणिपूरे उदवहं स्थितं स्वाधिष्ठाने हृदि मरुतमाकाशमुपरि मनोऽपि भ्रूमध्ये सकलमपि भित्त्वा कुलपथं सहस्रारे पद्मे സഹരഹസി പത്യാ വിഹരസേ. മൂലാധാരത്തിലുള്ള പൃഥ്വിയെയും മണിപൂരത്തിലുള്ള ജലത്തെയും സ്വാധിഷ്ഠാനത്തിലുള്ള അഗ്നിയെയും അനാഹതത്തിലുള്ള വായുവിനെയും വിശുദ്ധിയിലുള്ള ആകാശത്തെയും ആജ്ഞാചക്രത്തിലുള്ള മനസ്സിനെയും എല്ലാം ഭേദിച്ച് കുലപഥം മുഴുവൻ കടന്നുപോകുന്ന നീ എന്ന് പറഞ്ഞാൽ ദേവി സഹസ്രാര പത്മത്തിൽ പതിയോടൊത്ത് വിഹാരം നടത്തുന്നത് ഞാൻ ദർശിച്ചു എന്ന്, ഞാൻ കണ്ടു എന്ന് ഇവിടെ ശങ്കരൻ പറയുകയാണ്. ഐ ഹാവ് ഡയറക്ട്ലി എക്സ്പീരിയൻസ്ഡ് യുവർ ബ്യൂട്ടിഫുൾ യൂണിയൻ വിത്ത് യുവർ ലോർഡ് ശിവ. പരമശിവ പര്യങ്ക നിലയത്തിൽ ആവരണങ്ങളെല്ലാം മാറ്റിയിരിക്കുന്ന ദേവിയെ സ്വന്തം ഉള്ളിൽ ആദ്യം സാക്ഷാത്കരിച്ച കവിക്ക് പരമശിവ പര്യങ്കം സ്വന്തം ഹൃദയത്തിനുള്ളിലെ ചിന്താമണി ഗൃഹം തന്നെയാണ്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന വെളിച്ചം ലഭിച്ചിരിക്കുന്നതിനാൽ പരമശിവനും അഹവും ഞാനും ഭിന്നമല്ല എന്ന അറിവും ലഭിച്ചിരിക്കുന്നു. തൻ്റെ ഉള്ളിൽ സത്യമായി ചിദാനന്ദ ലഹരിയായി ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് ഒരു അനുഭൂതിയായിട്ട് താതാത്മ്യം പ്രാപിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൾ പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിൻ്റെ വാസനാ ചക്രങ്ങളും നാഡീവ്യൂഹങ്ങളും എല്ലാം ഭേദിച്ചു എൻ്റെ ശരീരബോധത്തെ, എൻ്റെ പ്രാപഞ്ചിക കെട്ടുകളെ ഒന്നൊന്നായി വെട്ടിമാറ്റി എന്നെയും തന്നെ പോലെ ആവരണങ്ങളില്ലാത്ത സത്യമാക്കി ചിദാനന്ദ ലഹരിയാക്കി മാറ്റി. ആ ഏകാന്ത സമാഗമ വേളയിൽ ഒരു കുലവധൂടിയുടെ കുലമാർഗത്തെ ഭേദിച്ച് രഹസ്യമായി സ്വന്തം സഹസ്രാര പത്മത്തിൽ അവൾ വിഹരിക്കുന്ന ആ രംഗം ഞാൻ ദർശിച്ചു. അത് ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് രഹസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയാണല്ലോ അല്ലേ, രഹസ്യമാണല്ലോ ഇങ്ങനത്തെ ഉള്ള വിഹാരങ്ങൾ നടക്കുന്നത്. കുലപഥം ഇവിടെ സുഷുമ്നയാണ്. സമയാചാരികളുടെ ആന്തരമായ ആരാധനാക്രമത്തിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന വിധമാണ് ഇത്. ബ്രഹ്മാനുഭൂതിയിൽ അറിവും അറിയപ്പെടുന്നവനും അറിയുന്നവനും എല്ലാം ഒന്നാകുന്ന മുഹൂർത്തം എപ്പോഴും രഹസ്യമായിരിക്കും. യോഗശാസ്ത്രപ്രകാരം 72,000 നാഡികളാണ് കുണ്ടലിനിയിലുള്ളത്. ഇവയെ 24,000 വീതമുള്ള 3 ഗ്രന്ഥികളായി വിഭജിക്കുകയാണ് താന്ത്രികന്മാർ ചെയ്യുക. രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി എന്ന്. ഈ അഗ്നി, സൂര്യൻ, ചന്ദ്രൻ എന്ന 3 കുലങ്ങളുടേതാണ് ഈ 3 കെട്ടുകൾ. ഇടവെങ്കളകളിലൂടെ പ്രാണനും അപാനനും കൃത്യമായി ഒഴുകുമ്പോഴാണ് കുണ്ടലിനി ഉണർത്തപ്പെടുന്നത്. അത് ബ്രഹ്മരന്ധ്രം വരെ ഉയർന്നെത്തുന്നു. ശരീരത്തിൽ മാത്രമല്ല പ്രപഞ്ചത്തിലും ഈ 72,000 നാഡികളാണുള്ളത് എന്ന് ആസ്ട്രോണമി പ്രകാരം പറയുകയാണ്. പിന്നെ 160 ഡിഗ്രി ഉള്ള ഒരു ചക്രത്തിന് 200 ആവർത്തനം കൊണ്ട് യഥാപൂർവം സ്വസ്ഥാനത്തെത്താവുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡ സംവിധാനം. അതിൽ സൂര്യചന്ദ്രകുലങ്ങൾ ഈ ചക്രം പൂർത്തിയാക്കുന്ന സമയം പോരാ. അഗ്നികുലത്തിന് കൂടുതൽ സമയം വേണം. സൂര്യചന്ദ്രന്മാരുടെ ചക്രങ്ങളാണ് രുദ്രഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും. അഗ്നിചക്രമാണ് ബ്രഹ്മഗ്രന്ഥി. ശങ്കരാചാര്യരെ പോലുള്ള ബ്രഹ്മഗ്രന്ഥി വിഭേദകരായ മഹാമനീഷികളെ ജനിമൃതി ചക്രത്തിൽ എപ്പോഴും കണ്ടെത്താനാവുകയില്ല. അവർ അപൂർവ അവതാരങ്ങളാണ്.